അങ്ങേ അറ്റത്തെയാണ് ആവശ്യം. അപ്പൊ എനിക്ക് ശരിക്കും ഇതുപോലത്തെ കഥകളൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്താ ഉണ്ടാക്കാൻ അറിയില്ല, ഇവൻ പറയുന്ന തെമ്മാടി കഥകൾ പോലുള്ള കഥകളൊക്കെ എനിക്കും ഉണ്ടാക്കാൻ അറിയാൻ തോന്നാം. എന്തൊരു ചുമ്മാ അനാവശ്യം തന്നെ പറയുന്നില്ല ഞാൻ. ഇത് ഈ നാട്ടിലൊരു പെണ്ണുങ്ങളെ പറയാത്തവരായിരുന്നു പറയുന്നത്, പണി ചീത്ത പറയുന്നത്. ഒരു കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ പോയത്. ശരി മാമ. അവന്റെ വാക്ക് വിശ്വസിക്കുക കേട്ടോ. ശരി മാമ. And if I consider here inside my house, അതേ നമുക്ക് ഓൾറെഡി മാറിയില്ല. അർജുൻ ജി കെ എന്ന് പറയുന്നത് തുടങ്ങി എന്റെ പ്ലാറ്റ്ഫോം ഞാൻ എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ആൾക്കാർ പറയുന്നുണ്ട് ഫ്രീ കാര്യങ്ങൾ ആൾക്കാർ എത്തുന്നുണ്ട്. എന്റെ പ്ലാറ്റ്ഫോം എനിക്കുള്ളത് ഞാൻ തന്നെ സുബ്രഹ്മണ്യം വിളിക്കുന്ന ചീത്തയും ഇതൊന്നും കാണുന്നിരിക്കും. ഇനി അവനൊന്നും പറയുന്നില്ലടാ. സുബ്രഹ്മണ്യം വരുന്നത് ഈത വിളിക്കുന്നുണ്ട് ഓർത്തിരിക്കും. അത് അവൻ വിളിക്കുന്നത് ഞാൻ പറയും. അവൻ വിളിക്കുന്നതിന് മറുപടി ഞാൻ എനിക്ക് കൂടെ കൊടുക്കുന്നു. മനസ്സിലായതാ? നീ എന്നെ കയറി പഠിക്കാനുണ്ടായിരുന്നു, നീ വേറെ അവിടെ പോയി നീ ഇതാക്കാൻ നോക്കും. നീ ഇങ്ങോട്ട് കയറി പഠിക്കാനും പറഞ്ഞ ആവശ്യം നീ ഏറെ വരാൻ മനസ്സിലായോ? നീ കൂടുതലൊന്നും പറയണം. നിന്റെ അമ്മയെക്കുറിച്ച് പറയുണ്ടാക്കും. നീ പോയി നിന്റെ അമ്മയെക്കുറിച്ച് പറയുണ്ടാക്കി നീ വേഗം നീ പ്രതികരിക്കുന്നു. അപ്പോൾ നിന്റെ അമ്മയെക്കുറിച്ച് പറയുണ്ടാക്കി നീ അങ്ങനെയുള്ള ബാക്കിയല്ലേ നീ നിന്റെ അമ്മയെക്കുറിച്ച് വേണേൽ പറയാൻ പറ്റി കാശുമായി ഉപയോഗിക്കുന്ന കൂട്ടത്തിലുള്ളവനായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഈ രോഗമൊന്നും ഇല്ലാത്തത്. മനസ്സിലായോ? നീ നിന്റെ അമ്മയെക്കുറിച്ച് നീ വേണമെങ്കിൽ നീയും നിന്റെ അമ്മയെക്കുറാണെന്ന് പറഞ്ഞാലും നീ അതൊക്കെ കേൾക്കുന്നവരാണ്. ആ കാശ് കിട്ടിയാൽ മതി. ഇതിന്റെ പനിനറൊക്കെ നടക്കുന്നവന്മാരാണ്. കുറെ ഉമ്മമാരെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പനിനറത്തിലെ കളറും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കാശ് മുട്ടുവഴിച്ച് നടക്കുന്നവരാണ് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാമായിട്ട് മനസ്സിലായോ? ഇങ്ങനെ പലരുണ്ട് വഴിയിലെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല പല ഇതാ ഇരിക്കപ്പോലെ ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇങ്ങനെ നടക്കുകയുള്ളൂ. എന്തോന്ന് അറിയത്തില്ല. ഇങ്ങനെ കഥയുണ്ടാക്കി അമ്മയും മോനും കൂടെ ആയിരുന്നു ഇന്ന് കഥകൾ. മോൻ വീട്ടിനകത്ത് വന്ന് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീട്ടിനകത്ത് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചിരിക്കുക വീട്ടിനകത്ത്. ഇങ്ങനെ നല്ല ഇതാ. ഇത് വലിയ ഡ്രാമയൊക്കെ ആയിരുന്നു. ഭയങ്കര നാടകശാല പോലുള്ള കർട്ടനൊക്കെ ഈ ബേസ്ബോളിന്റെ കർട്ടനൊക്കെ വെച്ച് മറച്ച് എല്ലാം ഭയങ്കര സെറ്റപ്പിലായിരുന്നു ഡ്രാമയൊക്കെ അകത്ത്. ഇന്നിപ്പം ഡ്രാമയൊക്കെ മാറി. ഞാൻ ചേന ചെത്താനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി പോവുകയും ചേന ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബ്രഹ്മണ്യൻ എന്ന വട്ടളക്കം തുടങ്ങി. അങ്ങനെ വട്ടളക്കം തുടങ്ങിയപ്പോ ഇവരുടെ ഡ്രാമയും നിർത്തും ഡ്രാമയൊക്കെ ഭയങ്കര ഡ്രാമയായിരുന്നു സുബ്രഹ്മണ്യൻ ഇവരുടെ ഡ്രാമ. വിശ്വജിത്തും വൃന്ദയെന്ന് പറയുന്ന രണ്ടുപേരും കൂടെ വന്നായിരുന്നു ഡ്രാമ. ഞാൻ എന്റെ ഉപകാരം കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രാമയൊക്കെ. അതിന്റെ വിദ്യാഭ്യാസം എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതിന്റെ എല്ലാം എല്ലാവർക്കും അറിയാം. ഇന്നെ എന്റെ വിദ്യാഭ്യാസം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇന്നെ എന്റെ വിദ്യാഭ്യാസത്തിന്റെ വിവേകം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നീ കൂടുതലൊന്നും ഇതാക്കണ്ട. നീ വേറെ വല്ലവരെയൊക്കെ വിവേകം പഠിപ്പിച്ചാൽ മതി. ആവശ്യമുള്ള വിവേകമൊക്കെ എനിക്കുണ്ട്. നിനക്ക് പേര് തരുന്നതൊക്കെ നീ വാങ്ങിച്ച് പോക്കറ്റിട്ട് കുട്ടെടുത്തു ഇതാക്കാനായിട്ട് കേട്ടോ. നീ ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ല. നിന്നെയൊക്കെ നമ്മൾ കോടതിയിലോട്ട് എത്തിക്കോളാം. നിന്റെ രോഗമൊക്കെ ഞങ്ങൾ നിർത്തി തരാനായിട്ട് എല്ലാം എഴുതുന്നുണ്ട്. നിന്റെ രോഗങ്ങളും എല്ലാം അവന്റെ ഈ ഗ്യാസ് സ്റ്റോക്കിങ്ങും ഇങ്ങനെ ഇതിൽ കൂടെയുള്ള സ്റ്റോക്കിങ്ങും ഒക്കെ നിർത്താനായിട്ട് തന്നെയാണ്. മനസ്സിലായോ? വെറുതെ അല്ല. കുറച്ച് സ്റ്റോക്കിങ് പരിപാടികളുണ്ടെന്ന് അറിയാം. സ്റ്റോക്കിങ്ങുമായിട്ട് നടക്കുക പല രീതിയിലുള്ള സ്റ്റോക്കിങ്ങുമായിട്ട്. വലിയ ഗുണ്ടാ സംഘമാണ്
श्री राम का नाम लेने से सारे कष्ट दूर हो जाते हैं। ये तो आप सबको पता ही होगा, मगर क्या आपको पता है राम जी के बारे में? उसके मात्र एक बार सेवन से आप पूरा साल निरोगी रह सकते हैं, नहीं? तो धीरे धीरे तरीके वीडियो शुरू करते हैं। आपको चाहता है राम भाजी कैसे बनाई जाती है, और इसमें से क्या होता है कि इसको खाने से आपको कोई बीमारी छू भी नहीं पाती। तो वीडियो बना सकते हो, देगा ही। तो चलिए मेरे साथ वीडियो शुरू करते हैं। जय श्री राम। तो मंदिर में देख सकते हैं 30% सजाया गया, और गुरु जी जो है अन्नपूर्णा माता की यहाँ पे पूजा कर रहे हैं, और दूसरी ओर जो है औरतें यहाँ पे बैठ के साफ कर रही है बड़ी बड़ी कढ़ाइयाँ। आप यहाँ पे देख सकते हैं, यहाँ पे सारे बर्तनों को इसी प्रकार साफ करके जो है भट्टी पे लगाए जाते हैं। कढ़ाई आती है, और दूसरी ओर जो हरी मिर्चों के ऊपर के डंठल को छील छील के अलग करा जा रहा है। और यहाँ पे आती है मूलियाँ, तो मूलियों को भी अच्छे से साफ करा जाएगा। और यहाँ पे जो है आलू को छोटे छोटे टुकड़ों में काटा जा रहा है। आलू कटने का कार्यक्रम शुरू हो चुका है। इसी प्रकार से सारी सब्जियों को छोटे छोटे टुकड़ों में काटा जाएगा, और उन्हें पानी में रख दिया जाएगा। और यहाँ पे जो आप देख सकते हैं सीताफल ले आ गया है। सीताफल को भी बढ़िया तरीके से छील के काट के छोटे छोटे टुकड़ों में तैयार करा जाएगा। और बाई आ जाए बैगन की, तो बैगन को भी इसी प्रकार छोटे छोटे टुकड़ों में काट के, इसलिए कहता हूँ अपने भाई की संपत्ति ना हड़प लेना। और check this out. Check this out. Check this out. Fucking mर्द